കൂട്ടുകാരെ, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് ഇവരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് സൺഡേ വ്ളോഗാണ്. ഞായറാഴ്ചത്തെ വിശേഷങ്ങളാണ്. എല്ലാവർക്കും റെസ്റ്റ് അല്ലേ നമുക്ക് ഞായറാഴ്ച ദിവസങ്ങൾ. പക്ഷേ വീട്ടമ്മമാർക്ക് അങ്ങനെയല്ല കേട്ടോ, വർക്കിംഗ് ഡേ ആണ് അല്ലേ കൂട്ടുകാരെ? അപ്പോൾ രാവിലെ തന്നെ വലിയൊരു ആശ്വാസം, തലേദിവസം സാമ്പാർ ഇരിപ്പുണ്ട്. അപ്പോൾ അത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കാം കേട്ടോ. പ്രത്യേകിച്ച് കറിയൊന്നും വെക്കേണ്ടി വരില്ല. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ എങ്ങനെയുണ്ടാകും നോക്കാം. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നോക്കാമല്ലേ. രാവിലെ തന്നെ അതാ ഇഡ്ഡലി ആട്ടോ റെഡിയാക്കി എടുക്കുന്നു. ഞാൻ ചെറിയൊരു വീഡിയോ ഉണ്ട് കേട്ടോ. ഇഡ്ഡലി ചെമ്പിൽ നല്ല വെട്ടി തിളയ്ക്കുന്ന വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് മുകളിൽ എണ്ണ തടവിങ്ങായിട്ട് തട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2 സെക്കൻഡോളം വെയിറ്റ് ചെയ്തു. എന്നിട്ട് അതിലൂടെ ആവി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് മാവ് അങ്ങോട്ട് വീത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2 സെക്കൻഡോളം വെയിറ്റ് ചെയ്ത് പിറ്റേ തട്ട് അങ്ങോട്ട് വെച്ച് കൊടുത്തു. അതേപോലെ തന്നെ 2 സെക്കൻഡോളം വെയിറ്റ് ചെയ്ത ശേഷം ഇഡ്ഡലി ചെമ്പ് മൂടി വെച്ചത് അടിപൊളിയായിട്ട് നമ്മുടെ ഇഡ്ഡലി സെറ്റാക്കി കിട്ടിയിട്ടുണ്ട്. അടിപൊളി വീഡിയോ ആയിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടി കേട്ടോ. അപ്പോൾ ദാ രാവിലെ നമ്മൾ കറിയൊന്നും വെക്കാത്തതിൻ്റെ ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ചക്കത്തെ സ്പെഷ്യൽ എന്താക്കാം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇന്ന് ഫ്രഷ് വെളൂരി കിട്ടിയത് കേട്ടോ. പകുതി മസാലയൊക്കെ പുരട്ടി വെക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് മീൻകറി വെച്ച ശേഷം നമുക്കത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ കൂട്ടുകാരെ. തേങ്ങാപ്പാലാട്ടോ സെറ്റാക്കി എടുക്കുന്നത്. 2 കപ്പോളം തേങ്ങാപ്പാൽ ഞാൻ സെറ്റാക്കി എടുക്കുന്നുണ്ട്. 1/4 കപ്പ് വേറെ 2-ാം പാലും സെറ്റാക്കി എടുക്കണം കേട്ടോ. ഞാൻ 1-ാം പാലും 2-ാം പാലും ഒന്നിച്ചാട്ടോ സെറ്റാക്കി അങ്ങോട്ട് വെച്ചത്. അപ്പോൾ നമുക്ക് കുക്കിംഗ് തുടങ്ങാം. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് മുളക് പരട്ടി മസാലയൊക്കെ അങ്ങോട്ട് പരട്ടി വെച്ചിട്ട് നമുക്ക് വേഗം തന്നെ കറി കുക്കിംഗ് ചെയ്യാനായിട്ട് പോവാം കേട്ടോ. അടിപൊളി മീൻ കറിയാട്ടോ. ഒരു ചട്ടി വെച്ച് കൊടുത്തു. എന്നിട്ട് ഇതാ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാ നല്ലപോലെ പൊടിയായി അരിഞ്ഞ ചെറുള്ളിയാട്ടോ. ഒരു 10-20 ചെറുള്ളി എടുത്ത് തൊലി കളഞ്ഞ് നല്ലപോലെ പൊടിയായി തന്നെ അരിയാനായിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഉള്ളി വേവുന്ന വരെ നല്ല രീതിയിൽ അങ്ങോട്ട് വഴറ്റിയെടുക്കണം. ഉള്ളി വെന്താലാട്ടോ നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഒട്ടും ഉണ്ടാവില്ല കേട്ടോ. നല്ല രീതിയിൽ ഇതാ കുക്കായി വന്നിട്ടുണ്ട്. അതിന് ശേഷം ഇതാ തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ഒക്കെ പാകത്തിന് ചേർത്തുങ്ങായിട്ട് തക്കാളി നല്ല രീതിയിൽ ഉടഞ്ഞു ചേർന്നത് നല്ല രീതിയിൽ വഴറ്റിയെടുത്ത ശേഷം എരിവിനനുസരിച്ചുള്ള നമ്മുടെ ഈ കാശ്മീരി മുളക് പൊടി, സാദാ മുളക് പൊടി, മല്ലിപ്പൊടി, അതേപോലെ തന്നെ ആ മല്ലിപ്പൊടി ഞാൻ 1 ടീസ്പൂൺ ആട്ടോ ചേർത്ത് കൊടുത്തത്. പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തത് എന്താണെന്നറിയോ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്തുങ്ങായിട്ട് പച്ചമുളക് മാറുന്നതിന് നല്ല രീതിയിൽ അങ്ങോട്ട് വഴറ്റിയെടുക്കണം. ഈ സമയം തീ കുറച്ച് വെച്ച് വേണം കുക്കിംഗ് ചെയ്യാനായിട്ട്. അത് ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് വാളംപൊളി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ പിഴിഞ്ഞ് അരിപ്പയിൽ അരിച്ചതാണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ സമയം നമുക്ക് 2 കപ്പ് പാൽ കേട്ടോ, തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കേ. അപ്പോൾ 2 കപ്പോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ തീരെ ഞാൻ വെള്ളം ചേർക്കുന്നില്ല. തേങ്ങാപ്പാലാട്ടോ ആഡ് ചെയ്യുന്നത്. വളരെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ തേങ്ങാപ്പാൽ ചേർത്ത് നമ്മൾ കറി തയ്യാറാക്കുമ്പോൾ. ഒന്ന് തിളച്ച് വരുന്നുണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ച ശേഷം. എന്നിട്ട് നമ്മൾ അതിലേക്ക് മീനിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പാകത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തു. ജസ്റ്റ് ഒന്ന് തവി വെച്ചൊന്ന് ഇളക്കണം. നമ്മൾ മീൻ വെന്ത ശേഷം ഇളക്കി കൊടുക്കുകയാണെങ്കിൽ മീനൊക്കെ പൊടിഞ്ഞു പോവും. ഈ ടൈമിൽ മാത്രമേ ഒന്ന് തവി വെച്ച് ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. വെളിയിൽ വേവാനായിട്ട് ഒരു 5 മിനിറ്റ്, ഒരു 7 മിനിറ്റൊക്കെ വേണ്ടി വരുള്ളൂ കേട്ടോ. അപ്പോൾ 5 മിനിറ്റിന് ശേഷം നല്ല രീതിയിൽ നമ്മുടെ മീൻ ഉടഞ്ഞു ചേരാതെ തന്നെ നല്ല രീതിയിൽ പെർഫെക്റ്റായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റ് ടൈമിലേക്ക് ഞാൻ കുറച്ച് 1/4 ഗ്ലാസ് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിരുന്നു. അതങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇതാ നല്ല രീതിയിൽ എണ്ണയൊക്കെ നല്ല രീതിയിൽ തെളിഞ്ഞ് വരുന്നുണ്ട്. നല്ല രീതിയിൽ നമ്മുടെ ഈ മീൻ കറി സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ടൈമിലേക്ക് തീ അങ്ങോട്ട് ഓഫ് ചെയ്ത ശേഷം ഒരു 5 മിനിറ്റിന് ശേഷം നമ്മളിതേ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടോ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഈ മീൻ കറിക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഈ മീൻ കറിക്ക് ഒരു ലൈക്ക് തരണേ. എന്നിട്ടിതാ നമ്മൾ വെള്ളൂരി ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതീവ രുചികരമായിട്ട് നമ്മുടെ വെള്ളൂരി ഫ്രൈക്ക്. അടിപൊളി ടേസ്റ്റാണ് വെള്ളൂരി ഫ്രൈ കേട്ടോ. അപ്പോൾ ഉച്ചക്കത്തെ ലഞ്ച് പൊളിയാണ് കേട്ടോ. നിങ്ങൾ ഊണ് കഴിച്ചാൽ ഇല്ലെങ്കിൽ വായോ, അടിപൊളി വെള്ളൂരി ഫ്രൈയും അതേപോലെ തന്നെ ഒരു കിടിലം മീൻ കറി സെറ്റായിട്ട് ഇരിപ്പുണ്ട്. നിങ്ങൾ കഴിച്ചില്ലെങ്കിൽ ഓടി വായോ, ഫുഡ് കഴിക്കാമേ. പിള്ളേഴ്സൊക്കെ ഫുഡ് കഴിച്ച് കളിക്കാനായിട്ട് പോയിട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ വെളൂരി ഫ്രൈ പിള്ളേഴ്സിന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് മീൻ കിട്ടിയില്ല കേട്ടോ. പിള്ളേഴ്സ് ഫുള്ളങ്ങോട്ട് കഴിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച ശേഷം വലിയൊരു പണിക്ക് കിടന്നിട്ടുണ്ട് കൂട്ടുകാരെ.
കഴിഞ്ഞ വ്ളോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം നമ്മൾ ഹാളിൻ്റെ കബോർഡൊക്കെ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തിരുന്നു കേട്ടോ. ഒരുപാട് പേര് നല്ല കമൻറ്റുകൾ തന്നു. താങ്ക് യു സോ മച്ച്. ലൈക്ക് തരാത്ത കൂട്ടുകാരുണ്ട്. കമൻറ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. ലൈക്ക് അടിക്കാനും മറക്കരുത്. അടിപൊളിയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് തരണം. അപ്പോൾ ഇന്നത്തെ ടാസ്ക് ഈ റൂമിലെ കബോർഡാണ് കേട്ടോ. കബോർഡ് കണ്ടില്ലേ? മക്കളുടെ ബുക്കുകളും പഴയ മരുന്നുകളും ഒക്കെ ഒന്നിനു മീതി ഒന്നായിരിക്കുകയാണ്. നമ്മളിതാ മരുന്നുകളൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഡേറ്റ് കഴിഞ്ഞ മരുന്നുകളൊക്കെ നീക്കം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലെ ഫുൾ ഐറ്റംസ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് പൊടികളൊക്കെ തട്ടി നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്ത ശേഷം നമുക്കൊന്ന് അടക്കി പെറുക്കി വെക്കണം. നോട്ടും ടെസ്റ്റും വെവ്വേറെ വെക്കണം കേട്ടോ. നമ്മൾ ടെസ്റ്റും നോട്ടും വെവ്വേറെ വെച്ച് അടക്കി പെറുക്കി വെച്ച് കൊടുത്താൽ പിന്നെ കുറച്ച് കഴിഞ്ഞ് അവർ സ്കൂളിൽ നിന്ന് വന്ന് നമ്മൾ ഹോംവർക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരിതാ ടെസ്റ്റ് നോട്ട് ബുക്ക് നമ്മൾ അടക്കി വെച്ച് കൊടുത്ത് അവർ ടെസ്റ്റും കൊടുന്നേക്കും. പിന്നെ വീണ്ടും പണിയാവും കേട്ടോ. പിന്നെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വന്നാൽ ഒരു വലിയ ടാസ്ക് തന്നെ. അവർക്ക് സമയമില്ലല്ലോ. രാവിലെ മദ്രസ, പിന്നെ സ്കൂള്, പിന്നെ ട്യൂഷൻ, പിന്നെ സമയമില്ല ഫുഡ് കഴിച്ച് കിടന്നുറങ്ങാൻ സമയമുള്ളൂ. മൂത്ത ആൾക്ക് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ 8:30 ആകുമ്പോഴോട്ടോ റെസ്റ്റ് ഉള്ളൂ. 8:30 ആകുമ്പോഴേക്കും എന്താ ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ. എന്ന് വെച്ചാൽ ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോൾ ഒരു 8:30 ആവും. അപ്പോൾ ബുക്സും കാര്യങ്ങളും ഇടയ്ക്ക് പെറുക്കി വെക്കാനോ അങ്ങനെ സമയം കിട്ടാറില്ല കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ദിവസം കൂടുമ്പോൾ ഒക്കെ ഇങ്ങനെ ഈ രീതിയിലൊന്ന് നല്ല രീതിയിലൊന്ന് നനച്ച തുണി കൊണ്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്ത് ഒന്ന് നനവില്ലാത്ത തുണി കൊണ്ട് ഒന്നും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കും കേട്ടോ. ഇതിപ്പോൾ വാടക വീടതായത് കൊണ്ട് തന്നെ പിന്നെ അതും തന്നെ അല്ല, മൂത്ത ആൾ മഷി ലീക്കടിച്ച പേനൊക്കെ കൂടെ കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ മഷിയും കാണുന്നുണ്ടാവല്ലേ. പരമാവധി ഞാൻ ക്ലീൻ ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തു. ഇനി നമുക്ക് ബുക്സൊക്കെ നോട്ട് ബുക്കും ടെക്സ്റ്റ് ബുക്കൊക്കെ വെവ്വേറെ ഇടയ്ക്ക് പെറുക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഈ മൂലയിൽ വെക്കുന്നത് മുഴുവനും കഴിഞ്ഞ വർഷത്തെയാണ്. എന്നാലും അതിൽ ചില ബുക്സൊക്കെ നമുക്ക് വേണ്ടി വരും കേട്ടോ. നമ്മൾ ക്രയോൺസിൻ്റെ പെട്ടിയും വെക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെയാണ്. എന്നാലും പാത്തൂസ് ഇടയ്ക്ക് അത് എടുത്ത് കളിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് പേജുകൾ എഴുതാത്തതുണ്ട് കേട്ടോ. അതാണ് ഒരു മൂലയിൽ ഇങ്ങനെ അടക്കി പെറുക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഒന്ന് സെറ്റാക്കാം. മരുന്നും കുപ്പികൾ ഇതൊന്ന് അടക്കി പെറുക്കി അങ്ങോട്ട് വെക്കാം. പൊടിയൊക്കെ തട്ടി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അടക്കി പെറുക്കി വെക്കുകയാണ്. ഈ സമയം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ടവർ തീർച്ചയായും ലൈക്ക് തന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്തൊന്ന് പരമാവധി സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എൻ്റെ വ്ളോഗിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കുക്കിംഗ് ആണോ ഇഷ്ടപ്പെടുന്നത്, ക്ലീനിങ് ആണോ? നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞത് കുറേ പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഒരു മീറ്റിങ്ങിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ടൈം ആ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ വയ്ക്കുന്നത് പാത്തൂസിൻ്റെ ബുക്സുകളാട്ടോ. അപ്പോൾ വീഡിയോ ഇടുമ്പോൾ തീർച്ചയായും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണുകളിൽ വരുമല്ലോ. അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ചെങ്കിലും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാമോ? വാച്ച് അവർ കുറയുന്നതല്ലാണ്ട് കൂടുന്നില്ല കേട്ടോ. ഒട്ടും കൂടുന്നില്ല. വളരെ ഡള്ളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പാത്തൂസിൻ്റെ ബുക്സൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മോൻ്റെ ബുക്സൊക്കെ ഒന്ന് അടക്കി പെറുക്കി വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നാലും കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ മട്ടും ഭാവമൊക്കെ പൂട്ടും. എന്ന് വെച്ചാൽ ഏതെങ്കിലും ബോക്സ് തപ്പി വന്നാൽ ഇടയിൽ നിന്ന് വലിച്ചാൽ മതി. ഇതൊക്കെ അങ്ങോട്ട് കബലം മറിയും. അതായത് നോട്ട് വയ്ക്കുന്നിടത്ത് ടെസ്റ്റ് വയ്ക്കും, ടെസ്റ്റ് വയ്ക്കുന്നിടത്ത് നോട്ട് വയ്ക്കും, അങ്ങനെ കേട്ടോ. അതൊക്കെ അങ്ങോട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കേട്ടോ ഫൈനൽ ലുക്ക് ഇപ്പോൾ കാണാവേ. അതൊക്കെ അടക്കി അങ്ങോട്ട് പെറുക്കി വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് കബോർഡ് കാണാം കേട്ടോ. കബോർഡിൻ്റെ തട്ട് കാണാം. അപ്പോൾ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയുമായി വരാം കേട്ടോ. ബൈ.